ഹലോ, സുട്ടുമോൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസം ആശാൻ ഉറക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങാൻ നിർബന്ധിക്കുന്നതും ഹാപ്പി ബർത്ത്ഡേ പറയുന്നതിൻ്റെയും വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ എല്ലാവരോടും ആൾ ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ ആൾ നല്ല കുട്ടിയായിട്ട് കിടന്നിറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ, രാവിലെ ആയപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് സുട്ടുവിന് ഒരു വണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രജിത്തെ. അപ്പോൾ ആ വണ്ടി കാണാനാണ് കേട്ടോ ആദ്യം പോയത്. വണ്ടി വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ബർത്ത്ഡേക്ക് 2 ദിവസം മുൻപാണ് ഞാൻ വന്നത്. അപ്പോൾ അലമാരിൽ പ്രജിത്ത് എടുത്ത് വെച്ചേക്കായിരുന്നു. കുറച്ച് നാൾ വരുമ്പോൾ തന്നെ കാണണ്ടാന്ന് വിരിച്ചിട്ട്. അപ്പോൾ എൻ്റെ കുറച്ച് നാൾ മുൻപ് ഊരി വെച്ച വളയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ നമുക്ക് സുട്ടുവിൻ്റെ വണ്ടിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുന്നുണ്ട്. വണ്ടി വന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ പിന്നെ വന്നപ്പോഴും ഞാൻ വന്ന് നോക്കാൻ പോയില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നല്ല പണിയുണ്ടാവും. അപ്പോൾ പിന്നെ ആ കാര്യം ഞങ്ങൾ വിട്ടുപോയി. പിന്നെ ഞാൻ ബർത്ത്ഡേയുടെ തലേ ദിവസമല്ല, അതിന് മുന്നത്തെ ഒരു ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വണ്ടിയൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് തന്നെ പോവാൻ കേട്ടോ. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് സുട്ടുവിനെയും സുട്ടുവിൻ്റെ അച്ചായും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 7 മണി എങ്ങാണ്ടൊക്കെ കഴിഞ്ഞായിരുന്നു, പക്ഷെ അവർ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ചായും മോനൊക്കെ എണീറ്റത് കേട്ടോ. അങ്ങനെ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നീട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കുറേയൊക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ചൊരു ഉച്ചയാവാറങ്ങാണ്ടായപ്പോഴാണ് തോന്നുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് സുട്ടുവിൻ്റെ ആൻറ്റി വന്നിട്ട് സുട്ടുവിനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് മറ്റേ ബ്ലോക്ക് കട്ടകൾ പോലത്തെ അങ്ങനത്തെ ഇല്ലേ, ആ ഒരു ഗിഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തത്. സുട്ടുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ അത്. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ സുട്ടുവിന് സദ്യയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ചോറ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സുട്ടു ഈ ചോറ് തിന്നിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം സുട്ടുവിന് കുറേ കറികൾ കൂടി തിന്നാൻ ഇഷ്ടമില്ല. രണ്ടാമത്തെ കാര്യം അന്ന് എന്താണാവോ സുട്ടുവിന് വിശക്കുന്നുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ അവന് വിശപ്പുണ്ടാവില്ല. ഞാനിങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉച്ചയ്ക്ക് സദ്യ, വൈകുന്നേരം പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് അങ്ങനെയാണ് ഇവൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ആഘോഷിക്കാറ്. അപ്പോൾ ആശാൻ്റെ പപ്പടത്തിൻ്റെ സൈഡിലിരുന്ന ഇഞ്ചിക്കറിയുടെ ഇതൊന്ന് ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. പക്ഷെ ആ ഇഞ്ചിക്കറി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് പിന്നെ ചോറും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയായിട്ടാണ്. പിന്നെ അവൻ ഉമ്പം എന്ന് പറഞ്ഞ് കുറേ വെള്ളം കുടിച്ചു. പിന്നെ അവൻ എടുത്ത് വെച്ചാൽ നേരത്തെ പപ്പടം ആദ്യം ഇത്തിരി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ആൾ കഴിച്ചില്ല. വേറൊരു പപ്പടം കിട്ടി, അതും ആളവിടെ കുത്തിയിരുന്ന് ആ പപ്പടവും തിന്നു. ബാക്കി ചോറൊന്നും ആൾ തിന്നിട്ടില്ല കേട്ടോ. വെറുതെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ കൊടുത്ത് അത്ര തന്നെ. പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസമൊക്കെ ആയപ്പോലും അവനങ്ങനെ കഴിക്കില്ല, ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, അവന് നമ്മളങ്ങനെ ആദ്യം കുറേ സാധനങ്ങൾ അങ്ങനെ തീറ്റിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഈവനിങ്ങിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അത്. അപ്പുറത്തിരിക്കുന്നത് പ്രജിത്തിൻ്റെ അമ്മയാണ്, പ്രജിത്തിൻ്റെ അച്ഛനാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അധികം വ്ളോഗ്